Hi sir. Hello Aaron. Sir, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി ആൾക്ക് 2 മാസമായിട്ട് ചെസ്റ്റ് പെയിൻ ഉണ്ട്. അപ്പം ഇനീഷ്യലി കാണിച്ചപ്പം അത് ന്യൂമോണിയ എന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നാൽ ഇപ്പം ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ ചെസ്റ്റ് പെയിൻ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അവർക്കൊരു ഡൗട്ട് അതൊരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അപ്പം അതിനെന്തായിരിക്കാം കാരണം? നമുക്ക് എല്ലാ ചെസ്റ്റ് പെയിനും ഹാർട്ടിന്റെ പെയിൻ ആവണമെന്നില്ല. നമുക്ക് ചെസ്റ്റിൽ ആസ് വി ഓൾ നോ മസിൽസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, ലങ് ഉണ്ട്, ലങ്ങിന്റെ കവറിംഗ് ആയിട്ടുള്ള പ്ലൂറ ഉണ്ട്, പിന്നെ ഹാർട്ട് ഉണ്ട്, പിന്നെ അന്നനാളമുണ്ട്. ഇതിന്റെ എന്തിൻ്റെയും ഒരു അസുഖം ക്യാൻ മാനിഫെസ്റ്റ് ആസ് ചെസ്റ്റ് പെയിൻ. അപ്പോൾ എല്ലാ ചെസ്റ്റ് പെയിനും ഹാർട്ടിന്റെ ആവണമെന്നില്ല. എസ്പെഷ്യലി ന്യൂമോണിയ വന്ന ആൾക്ക് അങ്ങനെ ഒരു പെയിൻ 2 മാസമായിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ പെയിൻ ആവാൻ ചാൻസ് കുറവാണ്. ന്യൂമോണിയ മാറിക്കഴിയുമ്പോൾ ചിലപ്പം അതിന്റെ ഭാഗമായിട്ട് ലങ്സിന്റെ കവറിംഗ് പ്ലൂറ എന്ന് പറഞ്ഞ കവറിംഗ് ഉണ്ട്, അത് നീർക്കെട്ട് വരാം. അതിന്റെ വി കോൾ പ്ലൂറിസി, അതായിരിക്കാം. അല്ലെങ്കിൽ ലങ്ങിന് ചുറ്റും പ്ലൂറ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ നീർക്കെട്ട് ഫോം ചെയ്യാം, അതിന്റെ പെയിനും ആവാം. അപ്പം നമുക്ക് ഒരു ന്യൂമോണിയയുടെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പം ഹാർട്ടിന്റെ പെയിൻ ആവാൻ ചാൻസ് കുറവാണ്. എങ്കിലും ഒരു ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേക്കകത്ത് നമുക്ക് ഈ നീർക്കെട്ടൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ഏജും ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് അവരുടെ റിസ്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ടെസ്റ്റുകളും ECGയും എക്കോയും TMB നോക്കാൻ വേണമെങ്കിൽ. എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ന്യൂമോണിയയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് എന്തെങ്കിലും പ്ലൂറയുടെ നീർക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ആവാനാണ് കൂടുതൽ ചാൻസ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. താങ്ക് യു.